एक्सक्यूज मी, हमारा सीट വിട്ട് ഇനി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. ഒരു ദാക്ഷിണ്യമില്ല. പോലീസുകാർ അവർ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നും ചെയ്തില്ല, അവർ ഇറങ്ങിപ്പോയി. ഇങ്ങനത്തെ ട്രെയിനിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഇതൊരു ടി വന്നിട്ടില്ല. ഒരു ട്രെയിനിൻ്റെ കോലമായി കാണുന്നത് നോക്ക്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പൂരാണ്. നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കാണ് പോകാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയെ പോലെ നമ്മൾ MGR ചെന്നൈ സെൻട്രലിൽ നിന്നാണ് പേരാമ്പൂർ വന്നേക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ. നമ്മൾ കൃഷ്ണരാജപുരത്ത് ഇറങ്ങിയിട്ടാണ് KSR ബാംഗ്ലൂരിലോട്ട് പോകുന്നത്. കാരണം നമുക്ക് KSR ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. സോ കൃഷ്ണരാജപുരം നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറി പോകാനാണ് പ്ലാൻ. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിന് സംഘമിത്ര ട്രെയിനാണ് വരുന്നത്. അത് കറക്റ്റ് ടൈമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 9:40 ടൈം വരുന്നത്. ഇപ്പം 8:30 8:45 ആയി ഓൾറെഡി. പക്ഷെ ഓൺ ടൈം ബിഫോർ ടൈമാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഓ, ഭാരത് ഗൗരവ് ട്രെയിനാണിത്. ഇത് ആക്ച്വലി ടൂറിസ്റ്റ് ട്രെയിനാണ് ഭാരത് ഗൗരവ്. 3 സ്ലീപ്പറും ബാക്കി AC ആണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ട്രിപ്പ് വരുന്ന 7 ദിവസം അങ്ങാണ്ടാണ്. നവംബറിലൊരു ട്രിപ്പ് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നു, പിന്നെ ഡിസംബറിലുണ്ട്. നമുക്ക് എന്തെങ്കിലും ഭാഗ്യം ഉണ്ടായാൽ ഇതിന് പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. നവംബറിലെ ട്രിപ്പിന് ഏതാണ്ട് ഒരാൾക്ക് 19,000 ഏതാണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ഫുഡാണ്. പക്ഷേ സ്ലീപ്പറിൽ എത്രത്തോളം അത് കൺവീനിയൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല. വാഷ്റൂമും ഫുഡും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. AC ഒക്കെ എടുക്കുവാണെങ്കിൽ സുഖമായിട്ട് കറങ്ങി നടക്കാൻ പറ്റും നമുക്ക്. കിടിലനല്ലേ. എനിക്ക് ഒരു കോച്ച് മാത്രമേ ചുമലക്കുള്ളൂ, ബാക്കിയെല്ലാം മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കാണ്. നമ്മുടെ ഡിഫറെൻറ്റ് ഇന്ത്യൻ മാർവലസിൻ്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചേക്കാണ്. പൊളി. ഭാരത് ഗൗരവ് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. വെറുതെ ഒരു സ്റ്റോപ്പായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ട്രിവാൻഡ്രം ഷിൽച്ചാർ എക്സ്പ്രസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോലം കണ്ടോ ദൈവമേ, സംഘമിത്ര മിക്കവാറും ഇങ്ങനെ. ഈ ബാൻഡ്രിക്കാരൻ്റെ അവസ്ഥ കണ്ടോ. ബെസ്റ്റ്. നമ്മുടെ വണ്ടിയും ബീഹാർ, പട്ന, ബാംഗ്ലൂരിനെ കണക്ട് ചെയ്യുന്ന ഏക വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥയും ഞാൻ ആലോചിക്കുന്നു, എന്ത് ദയനീയമായിരിക്കും എന്ന്. ഞാനിതൊരു പല്ല് തേച്ചിട്ടുള്ള ഇവിടെ പേരാമ്പൂരിലെത്തിയിട്ട് പല്ല് തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ പോലും ഇല്ല. പല്ല് തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ദൈവം ചേട്ടാ പല്ല് തേക്കുന്നു. അയ്യോ, എനിക്ക് പല്ല് തേക്കാൻ എനിക്ക് പറ്റൂല. ഇനി അതിനകത്ത് കയറി പല്ല് തേക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഇപ്പോൾ വരുന്നത്. നമ്മുടെ ട്രെയിൻ വരുന്നത് 12296 സംഘമിത്ര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇത് ബീഹാറിനെയും പട്നയെയും ബാംഗ്ലൂരിനെയും കണക്ട് ചെയ്യുന്ന ഏക ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തികെട്ട ട്രെയിൻ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നത്. കാരണം ബീഹാറിൽ നിന്ന് വരുന്ന ട്രെയിനാണല്ലോ, ഓബ്വിയസ്ലി ഇതേ പോലെ ആയിരിക്കും. തുപ്പി നശിപ്പിച്ചിട്ടേക്കുമായിരിക്കും എൻ്റെ മനസ്സ് പറഞ്ഞത്. ഞാൻ എങ്ങനെ പല്ലേക്ക്, ഞാൻ എങ്ങനെ ബാത്റൂമിൽ പോകും, എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണ്. അയ്യോ. ബീഹാറിലെ ദാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിൽക്കുന്ന സംഘമിത്ര ബാംഗ്ലൂരു SMVT ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. ബീഹാറിലെ പ്രീമിയം ട്രെയിൻ എന്നും അറിയപ്പെടുന്ന ഒരു ട്രെയിനാണ് സംഘമിത്ര ട്രെയിൻ. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം എങ്ങനത്തെ പ്രീമിയം ആയിരിക്കും. ബീഹാറിൽ നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ ഞാനിവിടെ സ്റ്റേഷനിൽ നിന്ന് പല്ല് വെച്ച് കേട്ടോ, സമാധാനമുണ്ട്. ഇപ്പം 2 ട്രെയിൻ ബീഹാറിലെ, ഒന്ന് യശ്വന്ത്പൂരിലെ, ഒന്ന് വേറെ ഒരു സ്ഥലത്തു നിന്നും 2 ട്രെയിൻ പോയി. എൻ്റെ ദൈവമേ, എന്ത് വൃത്തികെട്ട ട്രെയിനും വൃത്തികെട്ട മനുഷ്യരും സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങ് തുപ്പി നശിപ്പിക്കുകയാണ്. ഒരാൾ അവിടെ പോയി ഇരിപ്പുണ്ടായിരുന്നു, പോലീസ്. പുള്ളി അവിടെ പോയി ട്രെയിൻ വരുന്നു ചാടാൻ നോക്കിയിട്ട് ആ പോലീസുകാരൻ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അങ്ങോട്ട് ചാടി അയാളെ രക്ഷിക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ സംഘമിത്ര സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
A2 A1 ഇത് രണ്ടും സെക്കൻഡ് AC ആണ്. ഇത് സെക്കൻഡ് AC പ്ലസ് ഫസ്റ്റ് AC ആണ്. പാൻട്രി കാർ ഉണ്ട്. വലിയ ഗുണമില്ല. 7 എന്റെ ദൈവമേ, സ്ലീപ്പറാണോ ജനറലാണോ ഒരു പിടിയും കിട്ടുന്നില്ല. S1 അവിടെയാണ്. ദൈവമേ, ഇത് കണ്ട एक्सक्यूज मी, हमारा सीट 71. Mana Pak? Jangan Pak. 71 सीट है यार. सीट है. भैया रुको. लेकिन ये तो हमारा सीट है ना. नहीं, एक और आदमी है. दोनों है क्या? हाँ, दोनों सीट साइड में സീറ്റ് എന്നത് അക്ക സീറ്റ് എന്നത് സീറ്റ് എന്നത് കുഞ്ഞുണ്ട് കയ്യില്. വെട്ട് ഞാനെങ്ങനെ കൃഷ്ണരാജപുരം വരെ എത്തും എന്ന ദൈവമേ, എനിക്കറിഞ്ഞൂടാ. നമ്മളെന്തായാലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു എന്റെ ദൈവമേ, എനിക്ക് പറയാൻ വയ്യ. അമ്മാതിരി എന്റെ ദൈവമേ, പെട്ടുപോയെന്ന് പറഞ്ഞാൽ പെട്ടുപോയി. ജനറലാണോ സ്ലീപ്പറാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അമ്മാതിരി ഒരു കോച്ച്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഫൈൻ കൊടുത്തിരിക്കുവാണ്. ഒരു സീറ്റിൽ 5 പേരൊക്കെ സ്മെല്ലടിച്ചിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് തലവേദന എടുക്കുന്ന ഭയങ്കര സ്മെല്ല്. നമ്മൾ റെയിൽമാനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ആള് വരുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. എൻ്റെ ദൈവമേ, നശിപ്പിച്ച നാരായണക്കല്ലായിട്ടേക്കുണ്ട്. ഭയങ്കര മോശം. ബീഹാർ എന്നാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയാൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സംഭവിക്കും. നന്നായി ഞാൻ സ്റ്റേഷനിൽ പല്ല് വെച്ചില്ലെങ്കിൽ ഇന്ന് എന്തായാലും പട്ടിണിയാണ്. ഇനിയും കൃഷ്ണരാജപുരത്ത് എന്നിട്ട് വേണം വല്ലതും ഞം. അത് വൈകിട്ട് 3 മണിയാവും. ഉച്ചയ്ക്ക് 3 മണിയാവും. ഏതോ ഒരു സ്റ്റേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രെയിനിൽ യാത്ര ചെയ്തത്. പറ്റില്ല, ഒരു തരത്തിലും പറ്റില്ല. AC-യിൽ പോയിരുന്നാലോ എന്ന് ആലോചിക്കുക. S1 ആയിപ്പോയി, അല്ലെങ്കിൽ AC പോയിരിക്കായിരുന്നു. കംപ്ലൈന്റ് ചെയ്യാമല്ലോ. നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് AC-യിൽ കയറേണ്ടി വരുന്നത്. ഇനി ഇവിടുന്ന് ബാക്ക് വരെ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ AC-യിൽ പോയിരിക്കായിരുന്നു. ഇത് ലോക്കലിനൊക്കെ കഷ്ടാക്കി വെച്ചേക്കാണ്. ഭയങ്കര വൃത്തികേട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വൃത്തികേട് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ജീവനിൽ പോയിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും വരില്ലെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ സംഘമിത്ര എക്സ്പ്രസ് 12296 ആൻഡ് 12295 ഒരിക്കലും കയറരുത്. ജന്മം ചെയ്താൽ ബുക്ക് ചെയ്ത് കയറരുത്. ഒരു കമ്പാർട്ട്മെന്റിലും കയറുന്നത്. വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഈ ട്രെയിനിൽ ഒറ്റയ്ക്ക് പെൺകുട്ടികൾ കയറാനാണ് ഏറ്റവും സേഫ് അല്ല. ഇവര് സീറ്റ് മാറി തരില്ല. അവര് വേണം പറയും അവരുടെ മടിയിൽ തൊഴിലിട്ടോളം പറയാം. അങ്ങനത്തെ ആൾക്കാരാണ്.
അത് ചെറിയ സീറ്റ് വേണമെങ്കിൽ ഇച്ചിരി മാറിയിട്ട് അവിടെ ഇരുന്നോളാൻ പറയും. എനിക്ക് തീരെ സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു ടൈം. തീരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ക്യാമറ കണ്ടിരുന്ന അവർ കുറച്ചെങ്കിലും മാറി. ഞാൻ എന്റെ സീറ്റാന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് മാറി തന്നു. ഞാൻ പറഞ്ഞില്ല ഫുൾ സീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാക്കി 4 ആള് മാറിയത്. അത്ര ആൾക്കാരുടെയിൽ ഞാൻ റിസർവ് ചെയ്ത് എന്റെ സീറ്റിലിരിക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. ശരി, മേലത്തെ ആളാണ് അതിന്റെ കൂട്ടിരിക്കുമെങ്കിൽ ഓക്കെ. പക്ഷെ മേലത്തെ ആൾക്കിരിക്കാൻ പോലും സീറ്റില്ല. കാരണം മേളിലാണെങ്കിൽ അതിനപ്പുറം ആൾക്കാർ 5-6 ആളാണ് മേലിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത്. സൈഡ് അപ്പറിൽ കയറിയിരിക്കും. ഞാൻ വന്നപ്പോൾ സൈഡ് ലോറിൽ ഒരു 4-5 പേരുണ്ടായിരുന്നു. അതിലൊരാളാണ് മാറി തന്നത്. എനിക്ക് പിന്നെ ക്യാമറ ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ബാക്കി ആൾക്കാർ മാറുന്നത്. ബീഹാറിൽ വരുന്ന ട്രെയിനാണെന്നോ എനിക്കറിയില്ല. എനിക്ക് ട്രെയിൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്നൊക്കെ എതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. നമ്മളെന്ത് പുരോഗമനമാണ് ഇപ്പൊ നടക്കുന്നത്. വന്ദേ ഭാരത് വരുന്നു, ബാക്കിയുള്ള ട്രെയിനുകളെല്ലാം ക്ലീൻ ആവുന്നു, ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു അവിടുന്ന് വരുന്ന ട്രെയിൻ മാത്രം ഭയങ്കര മോശം. ഇതിപ്പോ നമ്മൾ 139 വിളിച്ചിട്ട് സെക്യൂരിറ്റിയിൽ പോയിട്ടാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിനും വാനിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സൊല്യൂഷൻ കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഇത് വേറെ വഴിയുള്ളൂ. കാരണം ഇവിടെ നിന്ന് അങ്ങ് വരെ പോകണം, AC കമ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ. അവിടെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അരക്കോണമാകുമ്പോൾ വേറെ ആള് വരും. എനിക്ക് കോള് വരുന്നുണ്ട്. ഹലോ, ഓക്കെ. हाँ कंप्लेंट डाला है। चलिए खाने का ऑर्डर करिएगा। मैं संगम एक्सप्रेस में ट्रैवल कर रही हूँ। यहाँ ना बिल्कुल ही एक तो साफ सुथरा नहीं है, 2 அது வந்து பேக்ல வருது. ബാക്ക് സൈഡ് വരുന്നത് RPF ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു അരക്കോണം ആകുമ്പോൾ ഞങ്ങൾ ക്ലിയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ആവും, എത്ര എണ്ണത്തിന്റെ വായിക്ക് ഇറങ്ങി നടക്കണം, എത്ര എണ്ണം ചീത്ത വിളിക്കും, എത്ര എണ്ണം തല്ലുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. കാശ് കൊടുത്ത് മേടിച്ച സീറ്റ് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് എന്റെ സീറ്റ് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് തേങ്ങയാണ്. എന്റെ ചെരുപ്പൊക്കെ ചവിട്ടിക്കൊണ്ട് എനിക്ക് ട്രെയിനാണെന്ന് ഒരു പിടിയില്ല. അരക്കോളം ആവുന്നുണ്ട്. ആകെ വ്യൂ മാത്രം അടിപൊളിയാട്ടോ. എനിക്ക് അതെ അരക്കോണം ജംഗ്ഷനിൽ എത്തിയേക്കാണ്. ഇവിടെ നിന്നാണ് ആൾക്കാർ കൂടെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞോളൂ. എന്നോട് സംസാരിച്ച ആള് പറഞ്ഞത് സ്ലീപ്പറിനടുത്തായത്. ഞാൻ പറഞ്ഞു ഇത് ഫുൾ അങ്ങനെയാണ്. പോലീസുകാര് വീഡിയോ എടുക്കാനും സമ്മതിച്ചിട്ട് ഒരു തേങ്ങയും ചെയ്തുമില്ല. കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. ഒരു ദാക്ഷിണ്യമില്ല. പോലീസുകാർ അവർ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവര് ഒന്നും ചെയ്തില്ല. അവരിറങ്ങിപ്പോയി. ഒരു ഇന്ത്യൻ റെയിൽവേയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടേണ്ട സാമാന്യ ഒരു എന്താ പറയുക ഒരു റൈറ്റ് പോലും കിട്ടുന്നില്ല. വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അവരും മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. അപ്പോൾ ആരെ വിളിച്ച് സംസാരിക്കുന്നത്? ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിത് കാട്ട്പാടി ജംഗ്ഷൻ എത്തി. നോക്ക്, ഒരുപാട് ഓർമ്മകളുള്ള സ്റ്റേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്ന സ്റ്റേഷനാണ് കാട്ട്പാടി ജംഗ്ഷൻ. ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊരു 2 വട്ടമെങ്കിലും ഞാൻ വരുന്ന സ്റ്റേഷനാണ്. ഇവിടെയാണ് വേലൂർ CMC ഹോസ്പിറ്റൽ ഉള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പൊ നമ്മൾ കാട്ട്പാടി തന്നെയാണ്. ഇപ്പൊ ഒരു പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. ആള് മലയാളിയായിരുന്നു. പുള്ളിനെ പറ്റി പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യർ അനങ്ങുന്നില്ല. TT വന്നിട്ടില്ല. എത്ര എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ വന്ന് ചിലക്കേണ്ടത്. ഈ മനുഷ്യൻ എത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് ചിലക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസല്ലേ. പുള്ളി
മാക്സിമം മറ്റേ പോലീസുകാരെ പോലല്ല, മാക്സിമം ട്രൈ ചെയ്തു. ഒരു രക്ഷയില്ല. പുള്ളി വന്നിട്ട് കുറെ ട്രെയിൻ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളായിട്ടല്ലേ ഇതിനെ കയറി, ഇനി മേലെ ഈ ട്രെയിനിലൊന്നും കയറരുത്, ഇതിനകത്തൊക്കെ ഇങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തിനെ ബുക്ക് ചെയ്തു. നമ്മൾ നമുക്കറിയില്ലായിരുന്നു. പുള്ളി ഒരു 5 ട്രെയിൻ, ഒന്ന് ദിബ്രുഗഡ് പറഞ്ഞു, ഒന്ന് പട്ന പറഞ്ഞു, ഒന്ന് ഇത് പറഞ്ഞു, വേറെ എന്തോ 2 പറഞ്ഞു. അത് 5 ട്രെയിനിൽ കയറില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. പക്ഷെ നമ്മുടെ ഗതിയാണ്, നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് കയറാതിരിക്കാൻ വഴിയില്ല. അതേപോലെ വെൻഡേഴ്സ്, 5 വെൻഡേഴ്സ് പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഇവർക്ക് വിൽക്കാനായിട്ട് അധികാരമുള്ളത്. ഇവർക്കൊക്കെ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ മാത്രമേ അധികാരമുള്ളൂ. ട്രെയിനിനുള്ളിൽ കയറാൻ യാതൊരു അധികാരവും ഇല്ല, യാതൊരു അധികാരവും ഇല്ല. പക്ഷേ ഇവർ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കയറി വിറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ റെയിൽവേയുടെ യൂണിഫോം ഉള്ളവർക്ക്, ഇതിനകത്ത് യൂണിഫോം ഉള്ളവർക്ക് മാത്രം ട്രെയിനിൽ വിൽക്കാൻ പറ്റും. അല്ലാത്ത വെൻഡേഴ്സിനൊന്നും വിൽക്കാൻ പറ്റാത്ത വെൻഡേഴ്സാണ്. പക്ഷെ എല്ലാവരും കയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നിട്ടാണ് പോയത്. നല്ലൊരു മനുഷ്യനായിരുന്നു, ഫീഡ്ബാക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാറ്റിസ്ഫൈ ആണോ എന്ന് ചോദിച്ചാൽ പുള്ളി ചെയ്യാൻ പറ്റുന്ന പുള്ളി ചെയ്തു. പക്ഷെ വേറെ വഴിയില്ല, ഇതിൽ കൂടുതൽ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ തൊണ്ട കീറി അടിക്കും, എന്താ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുലുക്കവും ഇല്ല. കുറേ എണ്ണം പോയി, കുറേ എണ്ണം ഇവിടെ തന്നെ നിൽക്കുന്നു. എന്താ ചെയ്യാ, ഇങ്ങനത്തെ ട്രെയിനിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഇതൊരു TT വന്നിട്ടില്ല. ഒരു സത്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ ഈ റിസർവേഷൻ എടുത്ത് കയറുന്നവരെല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്ത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതാരും കംപ്ലൈൻറ്റ് ചെയ്യാതെ സഹിച്ച് പോകുന്നതുകൊണ്ടാണ്. നമ്മൾ കാശ് മുടക്കല്ലേ റിസർവേഷൻ എടുക്കുന്നത്, ഇതൊക്കെ സഹിച്ച് പോകണം എന്ന നല്ല കാര്യമാണ്. ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല, കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, ദാഹിച്ചിട്ട് മേലെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ കാട്ട്പാടി ജംഗ്ഷനിൽ നിന്ന് എടുത്തു. പുള്ളി വന്ന് കഷ്ടപ്പെട്ട് കുറേ എണ്ണത്തിന് ഇറക്കിയായിരുന്നു. പക്ഷെ അതിനിരട്ടി ആൾക്കാർ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാട്ട്പാടി നിന്നപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് ബീഹാറിന് പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ പാസ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. ഇനി അടുത്ത ട്രെയിൻ പാസ് ചെയ്യുന്ന മിക്കവാറുള്ളതായിരിക്കും. ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്തപ്പോഴത്തേക്കത് ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്ത് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് വരും. ഇതിനപ്പുറം ദുരന്തമാണ് ഈ ട്രെയിൻ, ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. നമ്മുടെ കാർത്തിക് സൂര്യ ഒരു വട്ടം വൃത്തിയാക്കിയ ട്രെയിനാണ്. അപ്പം ആ മനുഷ്യൻ വൃത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ളവരുടെ വൃത്തിയാക്കി ഇടണമല്ലോ. ട്രെയിനിൻ്റെ കോലം കണ്ടോ? നമ്മുടെ RPF സാറ് വന്ന് പറഞ്ഞ 5 വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഈ വിവേക് എക്സ്പ്രസ്. സത്യത്തിൽ ഒരു ദുരന്തയാത്ര തന്നെയാണ് ഗൈസ്. എനിക്കാണ് ഉറക്കം വന്നിട്ട് വയ്യ, കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഈ ട്രെയിൻ ചെയ്യുന്ന എന്തായാലും ഞാൻ ഒന്നും കഴിക്കത്തുമില്ല. അപ്പോൾ അവിടെ എത്തുന്നവരെ, അവിടെ 3:45 എത്തത്തുമില്ല. അപ്പം എത്തുന്നത് വരെ കിടന്ന് ഉറങ്ങിയാലോ എന്നിങ്ങനെ ആലോചനയുണ്ട്. പക്ഷെ എങ്ങനെ കിടന്നുറങ്ങും എന്നും ഒരാലോചനയുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ടുണ്ടായിരുന്നേ. ആള് പൈസ തരുമോന്നല്ല ചോദിക്കുന്നത്. 10 രൂപ എടുക്ക്, 10 രൂപ എടു, 10 രൂപ എടുക്കടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് 10 രൂപ മേടിച്ചോണ്ട് പോകുന്നത്. 10 രൂപ അല്ലേ ചോദിക്കുന്നുള്ളൂ, നിനക്കൊക്കെ തന്നാ എന്താ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. മരുസാഗർ എക്സ്പ്രസിന്റെ കാര്യം പറയാം. അവിടെ ഒരു ട്രാൻസ്ജെൻഡേഴ്സോ ആവശ്യമില്ലാത്ത വെൻഡേഴ്സോ ഒന്നും ആ ട്രെയിനിൽ നമ്മൾ ജയ്പൂർ പോയ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ആക്കണം എല്ലാ ട്രെയിനും എന്നാണ് നമുക്ക് മീൻസ്. അങ്ങനെ ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഈ പകുതി പ്രശ്നങ്ങൾ തീരും. പിന്നെ ഇപ്പം ഈ മനുഷ്യരും പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാര് ഇത് ചെയ്യുള്ളൂ, ചെയ്യാനാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പായ കുപ്പം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയേക്കാണ്. മുമ്പത്തെ സ്റ്റോപ്പ് ജോലാർപേട്ടയായിരുന്നു, അത് തമിഴ്നാടായിരുന്നു. ജോലാർപേട്ടയ്ക്ക് ശേഷമുള്ള സ്റ്റേഷനാണ് കുപ്പം. ഇവിടുന്ന് കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്, പക്ഷെ മര്യാദയില്ലാത്ത കുറേ ആൾക്കാർ. കാര്യമാണ് സ്ലീപ്പറോ എടുക്കാം, അല്ലെങ്കിൽ സ്ലീപ്പറിൽ ജനറലെടുക്കാം, അല്ലെങ്കിൽ ടിക്കറ്റ് ഇല്ലാതെ കയറി യാത്ര ചെയ്യാം. കാരണം ഇവിടുന്ന് ആരൊന്നും ചെയ്യില്ലെന്നറിയാം. ഇവരെ അതിനുള്ള പവർ ഉണ്ടെങ്കിലൊന്നും ആരും ഉപയോഗിക്കില്ല എന്നറിയാം. അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഉണ്ടല്ലോ, കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. കേരളം ഇസ് ദി ബെസ്റ്റ്. ഞാൻ ട്രാവൽ ചെയ്തതിൽ ഇതുവരെ എനിക്ക് കേരളം കഴിഞ്ഞിട്ട് ഒരു സ്ഥലവും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ബൈ ദ വേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കർണാടക ഈ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ബാംഗ്ലൂർ ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്.
അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്നാൽ ബുദ്ധിമുട്ടും ഉണ്ട്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ആഹാ. അങ്ങനെ 40 മിനിറ്റ് ലേറ്റോടുകൂടി നമ്മളിത് ബംഗാർപേട്ടിലെത്തിയേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് കൃഷ്ണരാജപുരമാണ്. പക്ഷെ ഭയങ്കര ലേറ്റാണ് ട്രെയിൻ. നമ്മൾ പട്ടിണിയായതുകൊണ്ട് നമുക്ക് എങ്ങനെയും ഇവിടെ എത്തിച്ചേർന്നാൽ മതി എന്നുള്ള തോട്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു 1 മിനിറ്റ് സ്റ്റോപ്പാണ്. 1 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മൾ കൃഷ്ണരാജപുരം നമ്മൾ ബംഗാർപേട്ടയിൽ നിന്ന് എടുത്തേക്കാണ് നമ്മുടെ ട്രെയിൻ. അടുത്ത സ്റ്റേഷൻ വരുന്നത് കൃഷ്ണരാജപുരമാണ്. ഇപ്പോഴത്തെ കൃഷ്ണരാജപുരം ആവാറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം അതുപോലെ ആളാണ്. ഇറങ്ങാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് SMVT തന്നെ പോയി ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റോപ്പും കൂടെയാണ്. ഇറങ്ങാൻ പറ്റിയാൽ ഇവിടെ ഇറങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ SMVTയിൽ പോയി ഇറങ്ങുള്ളൂ കേട്ടോ. നമുക്ക് കൃഷ്ണരാജപുരം നോക്കും. ദേ ഈ നിൽക്കുന്ന പുള്ളി ഉണ്ടല്ലോ, പക്ഷേ ദേ ഈ നിൽക്കുന്ന പുള്ളി ഉണ്ടല്ലോ, കയറിയപ്പം മുതലേ എൻ്റെ വായിക്കാൻ തോന്നിയിരിക്കുന്നു. എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഇപ്പൊ കൃഷ്ണരാജപുരമായി. ഇറങ്ങാനായിട്ട് യാതൊരു ഇതും ഇല്ല. അതെ, സോറി, ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ട് ആളാണ്, ഫുൾ ആളാണ്. എല്ലാരും ഇവിടാണ് ഇറങ്ങുന്നത്. ക്യൂ കഴിഞ്ഞിട്ടില്ല, എങ്ങനെ ഇറങ്ങും നമ്മള്? റിസ്ക് എടുക്കണില്ല. ആൾക്കാർ ഇറങ്ങിയിട്ടില്ല, പക്ഷെ വണ്ടി എടുത്ത് അതുപോലെ ക്യൂ ആയിരുന്നേ. അപ്പം വണ്ടി എന്തായാലും എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റൂല, എനിക്കറിയായിരുന്നു. ഇപ്പം അടുത്ത സ്റ്റേഷൻ തന്നെയാണ് SMVT. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം. ഇവർക്ക് വീഴുമില്ല, എന്തൊക്കെയാ കാണിക്കുന്നത്? നമ്മൾ SMVT ബാംഗ്ലൂർ എത്തിയാ? എത്തി. അങ്ങനെ നമ്മൾ SMVT ബാംഗ്ലൂരിൽ എത്തിയേക്കാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇവിടെ കറങ്ങാനായിട്ട് ടൈമില്ല. ആ WAP7 വൃത്തി കണ്ട കൃഷ്ണരാജപുരോ? ഓ, കണ്ടിട്ട് പൊട്ടിയാവണ്. ഓ, ദുരന്തോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെത്തി. ഇനി ഇവിടുന്ന് നമുക്ക് KSR ബാംഗ്ലൂർ പോകണം. കാരണം നാളെ നമുക്ക് അവിടെ നിന്നാണ് ട്രെയിൻ. ഒരു ട്രെയിനിന്റെ കോലമാണ് ഈ കാണുന്നത്. നോക്ക് എന്തോ കാണിച്ചിട്ടേക്കുന്നത്, നല്ല പണിയുണ്ട്. പാവത്തിന് നല്ല പണിയുണ്ട്. എന്തൊരു സ്മെല്ലുണ്ട് ദൈവമേ. लेटरिन बाथरूम का 50 बार कंप्लेन करने के बाद ये हाल है कि लेटरिन तैर। हाँ, हमने भी कंप्लेन किया था, लेकिन तैर रहा है वो। 50 പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും അവിടെ അഴുക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണെന്ന്. ഒരു കോലമാണൊരു ട്രെയിനിന്റെ കോലം. പുള്ളി വീഡിയോ കണ്ടോണ്ട് പറഞ്ഞതാ വൃത്തികെട്ട ട്രെയിനെന്ന്. അപ്പം SMVT ബാംഗ്ലൂരിലെത്തി. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, തണുക്കുന്നുണ്ട്. ഞാൻ തണുപ്പിന് വേണ്ടിയിട്ടുള്ള യാതൊരു സാമഗ്രികളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സമ്പർക്ക് ക്രാന്തിയുടെ ദുരിതം പിടിച്ച യാത്ര. ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് മൊത്തം നശിപ്പിച്ച് കിടക്കുന്ന വീഡിയോ ആണ്. അപ്പം വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ വരുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ